അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രുക്കു ചന്ദ്രയോട് ഇങ്ങനെ വന്ന് പറയാണ് കേട്ടോ, എന്തായാലും ശരി, ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഏട്ടനോട് പിണങ്ങി നടക്കുന്നത് ആർക്കാണെന്നറിയോ? വിജയം അർച്ചനയ്ക്കാണ്. അർച്ചന ജയിച്ച് കാണണമെന്നാണോ ചന്ദ്രേച്ചിയുടെ വിചാരം? ചന്ദ്രേച്ചി ഏട്ടനോട് ഇങ്ങനെ പിണങ്ങി നടക്കരുത്, അത് അവർക്ക് കൂടുതൽ സൗകര്യമാവും. ഏട്ടൻ ഇവിടെ വന്ന് സംസാരിക്കാനും പെരുമാറാനും ഒന്നും സ്വാതന്ത്ര്യമില്ല എങ്കിൽ ഏട്ടൻ അവിടെ പോയി അവരോടാണ് എല്ലാ കാര്യങ്ങളും പറയുക. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് അടുക്കാനാണ് കാരണം. അതുകൊണ്ട് ഏട്ടത്തി എന്തായാലും ഏട്ടനോട് മനസ്സിൽ ഒരു ദേഷ്യവും വിദ്വേഷവും വെച്ചിരിക്കാതെ സാധാരണ പോലെ പെരുമാറണം. നമുക്ക് അർച്ചനയായിട്ടുള്ള ബന്ധം ഏട്ടൻ്റെ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്നിങ്ങനെ രുക്ക് ചന്ദ്രയെ ഉപദേശിക്കുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് അപ്പോൾ തോന്നുന്നുണ്ട് അത് ശരിയാണ്, വിജയേട്ടൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, കാരണം കൂടുതൽ ദേഷ്യം തന്നെ വിജയേട്ടന് ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ശരി, ഞാൻ എന്തായാലും വിജയേട്ടനോട് കോംപ്രമൈസിന് തയ്യാറാണ് എന്ന് രുക്കുവിനോട് ചന്ദ്ര പറയാണ് കേട്ടോ. അതേസമയം അർച്ചന ഓഫീസിലേക്ക് വരികയാണ് കേട്ടോ. ചിന്നുമോളോട് പറയണ്ടല്ലോ, ഏതായാലും ശരി, നിൻ്റെ പിറന്നാളിന് ഇനി കാണാം, എന്തായാലും പിറന്നാളിന് JK സാർ ഇങ്ങോട്ടേക്ക് വരുമല്ലോ, അപ്പം കാണാം എന്നിങ്ങനെ പറഞ്ഞിരിക്കണത്. ഓഫീസിലെത്തിയതും ബസ്സും ദീപ്തിയും കൂടി ചോദിക്കുക, എന്താന്ന് മേഡത്തിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ JK അവിടെ വന്ന് താമസിക്കാൻ വന്നു എന്നുള്ള കാര്യം, മോളാണ് ഗൃഹപ്രവേശം നടത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം അർച്ചന വസുവിനോടും ദീപ്തിയോടും പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, പിന്നെ അർച്ചന മേഡം കണ്ടോ എന്ന് ചോദിക്കുമില്ല, ഞാൻ പോയപ്പോൾ മൂപ്പര് എഴുതുകയാണ്, JK എന്തോ കഥയോ എന്തോ എഴുതുന്ന തിരക്കാണ്, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഏതായാലും ശരി, എൻ്റെ പിറന്നാൾ, എൻ്റെ മോളുടെ പിറന്നാളുണ്ട്, വ്യാഴാഴ്ച ആഘോഷിക്കുന്നുണ്ട്, അത് അപ്പോഴെന്തായാലും JK സാറെ വിളിക്കണം, അപ്പം കാണാം എന്നിങ്ങനെ പറയണം. നിങ്ങളും കൂടി പിറന്നാളിന് വരണം, ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളെയും കൂടി ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി JK സാറെ കാണാം എന്നിങ്ങനെ അർച്ചന ദീപ്തിയോടും വസുവിനോടും കൂടി പറയണം കേട്ടോ. അവരപ്പോൾ ശരിയാണ്, എന്തായാലും ശരി, JK സാറെ ഞങ്ങൾക്കും കാണണം, ഞങ്ങൾക്കും അയാളോട് ഭയങ്കര ആരാധനയാണ് എന്നിങ്ങനെ പറയണം. അങ്ങനെ അർച്ചന ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. JK സാർ ആരാണെന്ന് അറിയുമ്പോഴാണ് അർച്ചനയുടെ സന്തോഷം മുഴുവനും പോകുന്നത്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?